നമസ്കാരം. സഭാചരിത്രം മാർപ്പാപ്പമാരിലൂടെ എന്ന പ്രോഗ്രാമിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ 16ാം നൂറ്റാണ്ടിലെ മാർപ്പാപ്പമാരെ പറ്റിയും ട്രെൻറ്റ് സുനഹദോസിനെ പറ്റിയുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. മാർപ്പാപ്പമാരുടെ ചരിത്രത്തെപ്പറ്റി നമ്മളുമായിട്ട് ആധികാരികമായി സംസാരിക്കുവാൻ വീണ്ടും നമ്മോടൊപ്പം കോതമംഗലം രൂപതയുടെ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ അച്ഛൻ നമ്മളോടൊപ്പം ചേരുന്നു. അച്ഛ, ഗുഡ്നെസ് ടി വിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അച്ഛ, കഴിഞ്ഞ എപ്പിസോഡിനെ ബന്ധപ്പെടുത്തി ചോദിക്കുകയാണെങ്കിൽ 16ാം നൂറ്റാണ്ടിലെ മാർപ്പാപ്പമാരെ അവരെ ഭാരതസഭയുമായി ഒന്ന് ബന്ധപ്പെടുത്തി അച്ഛനൊന്ന് പറയാമോ? 16ാം നൂറ്റാണ്ടിലാണ് പോർട്ടുഗീസ് സാന്നിധ്യം ഇന്ത്യയിൽ ശക്തമാകുന്നത്. 1498 പോർട്ടുഗീസർ വന്നെങ്കിലും കൊച്ചിയിൽ, പിന്നീട് കൊല്ലത്തും, പിന്നീട് കൊടുങ്ങല്ലൂർ, കണ്ണൂർ എന്നീ സ്ഥലങ്ങളിൽ കേരളത്തിലെത്തിയ പോർട്ടുഗീസുകാർ ക്രമേണ ഗോവ കൈയടക്കുകയും അതിനടുത്ത സ്ഥലങ്ങളിലൊക്കെ അവരെത്തുകയും ചെയ്തു. ഇവിടെ കുറേ ക്രിസ്ത്യാനികളുണ്ടായി. ഇവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലിയോ 10 മാർപ്പാപ്പ 1514 ഒരു രൂപത ആരംഭിച്ചു. അത് ഇന്ത്യയിലല്ല, ഫുൻചാൽ എന്ന് പറഞ്ഞ മദൈര ദ്വീപ് സമൂഹങ്ങളുടെ മധ്യയുള്ള സ്ഥലത്താണ് ആ രൂപത. ആ രൂപതയുടെ ലക്ഷ്യം ഇന്ത്യ പോലെ പുതുതായിട്ട് കോളനിവൽക്കരിക്കപ്പെട്ട ഇടങ്ങളിലെ ക്രൈസ്തവരുടെ ആത്മീയകാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് 1514 മെഡിച്ചി കുടുംബത്തിലുള്ള ലിയോ 10 മാർപ്പാപ്പയാണ് ആ രൂപത ആരംഭിക്കുന്നത്. പക്ഷേ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യാനികളുടെ രൂപതയായിട്ട്, ലത്തീൻ ക്രൈസ്തവരുടെ രൂപതയായിട്ട് വന്നത് എന്ന് ധരിക്കേണ്ടതില്ല. 1329 ഇന്ത്യയിൽ ആദ്യമായിട്ട് രൂപത സ്ഥാപിക്കപ്പെടുന്നത്. അത് അവിഞ്ഞോണിലെ മാർപ്പാപ്പയായിരുന്ന ജോൺ 22 മാർപ്പാപ്പയുടെ കാലത്താണ്. അന്ന് അദ്ദേഹം രൂപത തുടങ്ങിയത് കൊല്ലം പട്ടണത്തിൽ കേന്ദ്രീകരിച്ചാണ്. ഫ്രയർ ജോർദാനൂസ് എന്ന് പറയുന്ന സന്യാസിയാണ് ബിഷപ്പായിട്ട് നിയമിക്കപ്പെട്ടത്. ഫ്രയർ ജോർദാനൂസ് 1321 കൊല്ലത്ത്, താന ഒക്കെ വന്നതാണെങ്കിലും 1329 അദ്ദേഹം കൊല്ലത്തെ ബിഷപ്പായി നിയമിക്കപ്പെടുമ്പോൾ കൊല്ലത്ത് വന്ന് അദ്ദേഹത്തിന് ചുമതലയെടുക്കാൻ പറ്റിയില്ല. പക്ഷേ ആദ്യത്തെ രൂപത ഇന്ത്യയിലത് ലത്തീൻ ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള രൂപത കൊല്ലത്തെയാണ്. അതിനുശേഷം ആ രൂപത മുന്നോട്ട് പോയില്ല. കാരണം തുടർച്ചയായിട്ട് ബിഷപ്പ്മാരോ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ നോക്കാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുൻചാൽ രൂപതയിൽ നിന്ന് വികാരി ജനറലാണ് പിന്നീട് കൊച്ചി 1514 ശേഷം, ഫുൻചാൽ രൂപത തുടങ്ങിയതിന് ശേഷം വികാരി ജനറലാണ് കൊച്ചി, കൊല്ലം, കൊടുങ്ങല്ലൂർ എന്നീ സ്ഥലങ്ങളിലെ ലത്തീൻ ക്രൈസ്തവരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കിയിരുന്നത്. പക്ഷേ ആദ്യമായിട്ട് ലത്തീൻ രാജ്യത്തിലെ ഒരു രൂപത ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുന്ന രൂപതയായിട്ട് വന്നിരുന്നത് ഗോവയാണ്. അത് 1533 തുടങ്ങിയ രൂപതയാണ്. അത് നമ്മുടെ ക്ലെമൻ്റ് 7 എന്ന് പറയുന്ന മാർപ്പാപ്പ 1523 മുതൽ 1534 വരെ മാർപ്പാപ്പയായിരുന്ന മാർപ്പാപ്പയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഗോവയിലെ രൂപത ആരംഭിക്കുന്നത് 1533. ആ രൂപത ഇവിടെ രൂപപ്പെട്ട് വന്ന പദ്രുവാദോ രൂപത ആദ്യത്തെ പദ്രുവാദ രൂപതയാണ്. ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ പദ്രുവാദ രൂപതയാണ്. പദ്രുവാദോ എന്ന് പറയുന്നത് പോർട്ടുഗീസ് രാജാവ് രക്ഷാധികാരിയായുള്ള ഭരണ സംവിധാനമാണ്. അത് 1455 പദ്രുവാദോ അധികാരം പോർട്ടുഗീസ് രാജാവിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്ദ്രചേത്ര പൊന്തിഫസ് റൊമാനസ് എന്ന് പറഞ്ഞുള്ള തിരുവെഴുത്ത് പ്രകാരം പോർട്ടുഗീസുകാർ ആക്രമിച്ച് കീഴ്പ്പെടുന്ന പ്രദേശവും കണ്ടുപിടിക്കുന്ന പ്രദേശവും മാർപ്പാപ്പയെ അറിയിച്ചിട്ട് മാർപ്പാപ്പയുടെ അംഗീകാരത്തോടു കൂടി അവർക്ക് കൈവശം വയ്ക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് മാർപ്പാപ്പ അറിയിക്കും. മാർപ്പാപ്പ അറിയിക്കുമ്പോൾ ഈ സ്ഥലങ്ങളിലെ ആത്മീയ കാര്യങ്ങൾ, മതപ്രചരണം പോർട്ടുഗീസ് രാജാവ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ രക്ഷാധികാരിയായി ചുമതലപ്പെടുത്തും. ആ രക്ഷാധികാരി സംവിധാനത്തിൽ മതപ്രചരണം നടന്ന ചർച്ച് സഭ ഭരണ സംവിധാനമാണ് പദ്രുവാദം. അങ്ങനെ പദ്രുവാദ സംവിധാനത്തിൽ തുടങ്ങിയ ആദ്യത്തെ രൂപതയാണ് ഗോവയിലെ 1533 സ്ഥാപിതമായ രൂപത. അത് ക്ലെമൻ്റ് 7 എന്ന മാർപ്പാപ്പയാണ്. അതും അദ്ദേഹം ഒരു മെഡിച്ചി മെത്രാനാണ്, മെഡിച്ചി കുടുംബത്തിലുള്ള മെത്രാനാണ് അദ്ദേഹമാണ് ആരംഭിക്കുന്നത്. ഈ ക്ലെമൻ്റ് 7 ശ്രദ്ധേയമായൊരു കാര്യം എന്ന് പറയുന്നത്
അദ്ദേഹം ഈ ഹെൻറി എട്ടാമൻ മാർപ്പാപ്പയെ മഹറോൻ ചൊല്ലിയതാണ്. ഇംഗ്ലണ്ടുകാരനായ ഭരണകർത്താവ് ഹെൻറി എട്ടാമന് മഹറോൻ ചൊല്ലി ആനിബോളിനുമായിട്ടുള്ള വിവാഹ പ്രശ്നത്തിൻ്റെ പേരിൽ. അപ്പം ധൈര്യത്തോടു കൂടി അത് ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ പ്രൊട്ടസ്റ്റൻറ്റിസത്തെ തടയാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിലപാട് എടുത്തു എന്നുള്ളതാണ്. 1536 അദ്ദേഹം മരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ രൂപത തുടങ്ങുന്നത് 1558 അത് കൊച്ചിയാണ്. കേരളത്തിലെ കൊച്ചിയാണ് രണ്ടാമത്തെ ഭദ്രവാദ രൂപതയായിട്ട് തുടങ്ങുന്നത്. ആ രൂപത കൊച്ചിയിലാണ്. 1558 പോൾ നാലാമൻ മാർപ്പാപ്പയാണ് ആരംഭിക്കുന്നത്. 1555 മുതൽ 59 വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോൾ നാലാമൻ മാർപ്പാപ്പ വളരെ വിശുദ്ധനായ ഒരു വ്യക്തിയാണ്. ട്രെൻഡ് സുനോദോസ് 1545 ആരംഭിച്ചു. ആ സുനോദോസ് 1547 അവസാനിച്ചു. രണ്ടാമത് 1551-52 കാലങ്ങളിൽ ട്രെൻഡ് സുനോദോസ് വീണ്ടും നടന്നു. പക്ഷേ സുനോദോസിൻ്റെ കാലം പ്രധാനം അത് ജീവിത വിശുദ്ധിയും തപശ്ചര്യമാണ് പ്രധാനം, വളരെ ഡിസിപ്ലിനാണ് പ്രധാനം എന്ന് കണ്ടുകൊണ്ട് അതിന് ഊന്നൽ കൊടുത്ത ഒരു മാർപ്പാപ്പയാണ് ഈ പോൾ നാലാമൻ മാർപ്പാപ്പ. അദ്ദേഹം തന്നെ ഈ പ്രൊട്ടസ്റ്റൻ്റ് മുന്നേറ്റത്തെ തടയിടാൻ വേണ്ടിയിട്ട് ഒരു സന്യാസഭ തുടങ്ങിയുണ്ടായി വിശുദ്ധ കജറ്റിനോട് ചേർന്ന്. ആ സന്യാസഭയുടെ പേരാണ് തെയാറ്റിൻ സന്യാസഭ. അത് പിന്നീട് ഗോവയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മാർപ്പാപ്പന്മാർ റോമിൽ ഭരിക്കുകയും പ്രൊട്ടസ്റ്റൻ്റ് മുന്നേറ്റത്തെ തടയിടാൻ ശ്രമിക്കുകയും ചെയ്തോടൊപ്പം തന്നെ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ ഇവിടെ മെത്രാന്മാരെ വഴിച്ചുകൊണ്ട് ഇവിടുത്തെ ആത്മീയ കാര്യങ്ങൾക്കായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് കാണാം. അങ്ങനെ വന്ന മെത്രാനാണ് കൊച്ചിയിൽ ഭദ്രവാദ മെത്രാനായിട്ട് 1558 വരിക. ഈ കാലഘട്ടത്തിൽ റോമിൽ ഈ 1562-63 ഈ വർഷങ്ങളിലാണ് ട്രെൻഡോ സുനോദോസിൻ്റെ 3ാം ഘട്ടം തീരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായി. അത് 1663 തീരുകയാണ്. അത് പയസ് നാലാമൻ മാർപ്പാപ്പയുടെ കാലത്താണ്. പക്ഷേ ട്രെൻഡ് സുനോദോസിന് തീരുമാനം നടപ്പിലാക്കുന്നത് പയസ് 5-ാമൻ മാർപ്പാപ്പയുടെ കാലത്താണ്. അത് 1566 തുടങ്ങിയാണ് അദ്ദേഹം ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് 2 പ്രധാനപ്പെട്ട കാര്യം ആഗോളതലത്തിലെ സഭയ്ക്കെല്ലാം വലിയ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെ എല്ലാം വലിയ പങ്ക് വഹിച്ച ചില നിലപാടുകൾ അദ്ദേഹം എടുക്കുകയുണ്ടായി. അതിൽ ഒന്ന് ഇതാണ്, അതുവരെ പല കുർബാന പുസ്തകങ്ങളുണ്ട്. റോമിൽ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് 1370 കുർബാനക്രമമാണ്, പുസ്തകമാണ്. കുർബാനക്രമം ഏകീകരിച്ചു എന്നുള്ളതാണ് 1570. ഒരു തക്സ ലത്തീൻ സഭ മുഴുവൻ ഉപയോഗിക്കുന്ന വിധത്തിൽ അത് മാറി. അത് ഇന്ത്യയിലും അതെ, അത് ഭദ്രവാദയുടെ കീഴിലാണെങ്കിലും അതെ, അല്ല മറ്റ് സഭാ സംവിധാനങ്ങളുടെ കീഴിലാണെങ്കിലും ഒരേ തക്സ. അതിന് മുന്നം നമുക്ക് അംബ്രോസിംഗ് റീത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കുർബാന വ്യത്യാസം മിലാനിലുണ്ട്, മൊസാറബിക് എന്ന് പറഞ്ഞുകൊണ്ട് സ്പെയിനിലും പോർച്ചുഗലിലുണ്ട്, കെൽറ്റിക് റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അയർലൻഡിലുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം മാറി ഒരേ കുർബാനക്രമം എല്ലായിടത്തും ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഏകീകരണം വന്നത് 1570 നമ്മുടെ പയസ് 5-ാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലാണ്. അത് 400 വർഷം നിലനിന്നു എന്നുള്ളതാണ്. അതിന് മാറ്റം വന്ന 1569, 1570, 1969-70 വർഷത്തിൽ പോൾ 6-ാമൻ മാർപ്പാപ്പയാണ് മാറ്റുന്നത്. 2ാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞിട്ടുള്ളൊരു ഭേദഗതി വരുന്നത്. അപ്പം കുർബാന ഏകീകരണം, ടെക്സ്റ്റുള്ള ഏകീകരണം, ചെറിയൊരു മൈനർ റീത്തുകൾ യൂറോപ്പിലുണ്ടായിരുന്നു. അത് പരമാവധി ആ സെലിബ്രേഷൻ കുറച്ചിട്ട് ലാറ്റിൻ സെലിബ്രേഷൻ വേണമെന്ന് നോക്കി. പോർട്ടുഗീസുകാരും മൊസാറബിക് ട്രഡീഷൻ കുറച്ച് അത് അനുവർത്തിച്ച കുറച്ച് പേര് പോർട്ടുഗലിൽ നിന്നുണ്ട്, സ്പെയിനിൽ നിന്നുണ്ട്. പക്ഷേ അവരെല്ലാം ഈ ലത്തീൻ കുർബാനക്രമം തന്നെയാണ് നടപ്പിലാക്കിയത്. മൂന്നാമത്തെ ഒരു കാര്യം ഈ പയസ് 5-ാമനെ കുറിച്ച് പറയാനുള്ളത്, അദ്ദേഹം എലിസബത്ത് രാജ്ഞി, ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞിയെ മഹറോൻ ചൊല്ലി എന്നുള്ളതാണ്. കാരണം അന്നത്തെ പ്രബല ശക്തിയായിട്ട് നിൽക്കുന്നത് ഇംഗ്ലണ്ടാണ്. ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്ന സമയമാണ്, പരിണമിച്ച് വരുന്ന സമയമാണ്. അത്തരം ധൈര്യം കാണിച്ച് രാജ്ഞിയെ മഹറോൻ ചൊല്ലുകയും സ്കോട്ട്ലൻഡിലെ പ്യൂരിറ്റൻസിനെ അവരെ പ്രൊട്ടസ്റ്റന്റിസം വിട്ട് കത്തോലിക്ക സഭയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഫ്രാൻസിൽ ഹ്യൂഗനോട്ട്സ് എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റൻസിനെല്ലാം അവരെയും തിരുത്തി കത്തോലിക്ക വിശ്വാസത്തിൽ കൊണ്ട് ശ്രമിച്ചു എന്നുള്ളതാണ്.
അപ്പോൾ കത്തോലിക്ക വിശ്വാസത്തെ കൊണ്ടുവരാനുള്ള ട്രെൻഡ് സൂനോസിൻ്റെ ചൈതന്യത്തിൽ പ്രവർത്തിച്ച ശക്തനായ ഒരു മാർപ്പാപ്പയാണ്. നമ്മളെല്ലാം സ്വാധീനിച്ച വലിയൊരു ഘടകങ്ങളിലൊന്ന് 1571 ഒരു യുദ്ധം നടന്നു ലെപ്പാന്തോ എന്ന സ്ഥലത്ത്. അത് യൂറോപ്പിലെ ക്രൈസ്തവ രാജാക്കന്മാർ ഓട്ടോമൻ തുർക്കികൾ നടത്തിയ യുദ്ധമാണ്. ഓട്ടോമൻ തുർക്കികൾ ഇതിനെ ആക്രമിച്ചപ്പോൾ നമ്മുടെ ക്രൈസ്തവ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ അതിൽ ചേർത്ത് നിന്നുകൊണ്ട് നടത്തിയ യുദ്ധമാണ്. ആ ലെപ്പാന്തോ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി മാർപ്പാപ്പ പറഞ്ഞു എല്ലാ ക്രിസ്ത്യാനികളും കൊന്ത ചെല്ലണം. ആ കൊന്ത ചൊല്ലാൻ അദ്ദേഹം ഒക്ടോബർ മാസം തിരഞ്ഞെടുത്ത് ഒരു മാസം മുഴുവൻ കൊന്ത ചെല്ലണം. ആ പതിവ് കേരളത്തിലേക്ക് എത്തി. ആ യുദ്ധത്തിൽ ജയിച്ച് 7-ാം തീയതിയാണ്, ഒക്ടോബർ 7-ാം തീയതി യുദ്ധം ജയിച്ചു ലെപ്പാന്തോ യുദ്ധത്തിൽ. ആ യുദ്ധത്തിൽ ജയിച്ചപ്പോൾ വിജയത്തിൻ്റെ ദിനമായിട്ട് ആഘോഷിക്കുകയും പിന്നീടത് കൊന്ത മാതാവിൻ്റെ ദിനമായിട്ട് ആഘോഷിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും കൊന്തമാതാവിൻ്റെ തിരുനാൾ ദിവസം ഒക്ടോബർ 7-ആണ്. അപ്പം വലിയ ശക്തമായിട്ട് കൊന്തം എന്നുള്ള ഭക്തി പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ഭക്തി രീതി പോർച്ചുഗീസുകാർ വഴി കേരളത്തിലേക്ക് എത്താനിടയായിട്ടുണ്ട്. അപ്പോൾ ഈ മാർപ്പാപ്പയുടെ കൗണ്ടർ റിഫോർമേഷൻ പോപ്പുകളിൽ പ്രധാനപ്പെട്ട പോപ്പുകളിലൊന്നാണ് ഈ പയസ് 5-ാമൻ മാർപ്പാപ്പ എന്ന് പറയാൻ ആശിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വികാസം അല്ലെങ്കിൽ സംഭവ വികാസങ്ങളൊക്കെ റോമിൽ മാത്രമല്ല നിന്നത്, ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. ഇന്ത്യയിൽ മാർപ്പാപ്പ വെച്ചെന്ന് മാത്രമല്ല ഭക്തി പ്രസ്ഥാനങ്ങളിലേക്കും ഈ കടന്നുവരവുണ്ടായി. ഇവിടുത്തെ ആ ഒരു ഭക്തി ചായ്വിലേക്കും ചാലിലേക്കും ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മാറി എന്നുള്ളതാണ്. അതുപോലെ ശ്രദ്ധേയമായ ഒന്നാണ് ഗ്രിഗറി 13-ാം മാർപ്പാപ്പയുടെ കാലത്ത് അദ്ദേഹം ഒരു കലണ്ടർ ആരംഭിച്ചു. നമ്മളെല്ലാം ഇന്ന് ഉപയോഗിക്കുന്ന കലണ്ടറാണത്. ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയും. വളരെ പ്രസിദ്ധമായൊരു പേരാണ് ഗ്രിഗോറിയൻ കലണ്ടർ. അതിന് മുന്നേ ജൂലിയൻ കലണ്ടറാണ് 1582 വരെ. ഈ ജൂലിയൻ കലണ്ടറിന് അപാകത ഒത്തിരിയുണ്ട്, ഒത്തിരി ദിവസങ്ങൾ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ അപാകത പരിഹരിക്കാൻ വേണ്ടി 1582 ഗ്രിഗറി 13-ാം മാർപ്പാപ്പ ആരംഭിച്ച ഗ്രിഗോറിയൻ കലണ്ടർ അത് അങ്കമാലിയിൽ മാർ എബ്രഹാം വിളിച്ചു കൂട്ടിയ സൂനോസിൽ 1582 തന്നെ ഗ്രിഗോറിയൻ കലണ്ടർ കേരളത്തിലെ നസ്രാണി ക്രൈസ്തവരുടെ ഇടയിൽ നടപ്പിലാക്കുകയുണ്ടായി. അതിന് മുമ്പ് ഉണ്ടായിരുന്ന കലണ്ടർ ജൂലിയൻ കലണ്ടറാണ്. ഞാൻ പറഞ്ഞ റോമിലുണ്ടായ സംഭവ വികാസങ്ങൾ അവിടെ തന്നെ നിന്നില്ല, അത് ഭാരതസഭയിലേക്ക് എത്തിയെന്നും ഭാരതത്തിലെ പിന്നെയുള്ള തിരുനാൾ ആഘോഷങ്ങളെല്ലാം ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ കണക്കനുസരിച്ചാണ് പോകുന്നത്. ഗ്രിഗോറിയൻ കലണ്ടറും ജൂലിയൻ കലണ്ടറും തമ്മിൽ 12 ദിവസത്തെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്മസ് സാധാരണ ആഘോഷിക്കുന്നത് ഡിസംബർ 25-നാണെങ്കിൽ തൃശ്ശൂരുള്ള അസീറിയൻസ് അല്ലെങ്കിൽ സൂറായികൾ എന്ന് വിളിക്കുന്നവർ അവരാഘോഷിക്കുന്നത് ജനുവരി 6-നാണ്. അത് ആ കലണ്ടർ വ്യത്യാസത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. എത്യോപ്യൻ ചില വ്യത്യാസമുണ്ട്. അത് ജൂലിയൻ കലണ്ടറിൻ്റെ ദിനമനുസരിച്ച് അവർ ആഘോഷിക്കുന്നത് കൊണ്ടും ബാക്കിയുള്ളതെല്ലാം ഈ ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ ക്രമമനുസരിച്ച് ആഘോഷിക്കുന്നതുകൊണ്ട് കൂടിയാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു മാറ്റങ്ങളെല്ലാം അതേ വേഗത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് എത്തണമെന്നുള്ളതാണ്. ഇത് നമ്മുടെ ജെസ്യൂട്ട് ലെറ്ററിൽ പരാമർശിക്കുന്നുണ്ട്. മാർ എബ്രഹാം വിളിച്ചു കൂട്ടിയ കൗൺസിലിനെ കുറിച്ചും അദ്ദേഹം ഈ തീരുമാനം എടുക്കുന്നതിനെക്കുറിച്ചും അത് ഗ്രിഗോറിയൻ കലണ്ടർ നമുക്ക് നസ്രാണി ക്രൈസ്തവരുടെ ഇടയിൽ നടപ്പിലാക്കാമെന്ന് അതെടുക്കുന്ന തീരുമാനത്തെക്കുറിച്ചൊക്കെ. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഗ്രിഗോറിയൻ കലണ്ടർ ആ ഒരു ടേം എന്താണെന്ന് ചെറിയ രീതിയിലൊന്ന് പറയാൻ പറ്റും? ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയുന്നത് ഗ്രിഗറി മാർപ്പാപ്പ 13-ാം മാർപ്പാപ്പ നടപ്പിലാക്കിയത് കൊണ്ടാണ് അത് ഗ്രിഗോറിയൻ എന്ന് വിളിക്കപ്പെടാൻ കാരണം. ആ കലണ്ടർ നടപ്പിലാക്കാൻ കാരണം അതിന് മുന്നേ ജൂലിയസ് സീസർ നടപ്പിലാക്കിയ ജൂലിയൻ കലണ്ടറാണ് ഉണ്ടായിരുന്നത്. ആ കലണ്ടറിനകത്ത് അപാകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒത്തിരി ഒരു വർഷത്തിൽ 365 ദിവസം എന്നുള്ള ആ ക്രമത്തിൽ പോകാൻ മാത്രമുള്ള സാധ്യതകൾ ജൂലിയൻ കലണ്ടറിനകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കലണ്ടർ സംവിധാനത്തിൽ മാറ്റം വേണമെന്ന് ചിന്തിക്കുകയും ആ കലണ്ടറാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സഭ ഘടനയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യൂറോപ്പിൽ മാത്രമല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ എത്തിയ പോർട്ടുഗീസ് ചാലുകളിലൂടെയും ഇവിടെ എത്തിയ മിഷണറി ചാലുകളിലൂടെയും അവിടെയുള്ള മാറ്റങ്ങളുടെ അനുരണനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരുന്നു. ഇവിടെ അതനുസരിച്ചുള്ള ചലനങ്ങളുണ്ടായി എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറയാൻ ആശിക്കാൻ, ട്രെൻഡ് സൂനോസ് 1545 തൊട്ട്
1563 വരെയാണ് ട്രെൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയത്. ആ സൂനോസ് തീരുമാനം എടുത്തിരുന്നു. അതിന് തീരുമാനങ്ങൾ എല്ലാ നാടുകളിലും എല്ലാ രാജ്യങ്ങളിലും പ്രാദേശിക സൂനോസ് വിളിച്ചു കൂട്ടി നടപ്പിലാക്കണമെന്ന്. അങ്ങനെ പ്രാദേശിക സൂനോസ് ഗോവയിൽ കൂടി 1565 തൊട്ട് 1606 വരെയുള്ള വർഷങ്ങളിൽ ഒന്നാം പ്രൊവിൻഷ്യൽ കൗൺസിൽ ഓഫ് ഗോവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടാം പ്രൊവിൻഷ്യൽ കൗൺസിൽ എന്ന് പറഞ്ഞുകൊണ്ട് 4 കൗൺസിൽ വരെ കൂടുകയുണ്ടായി. പക്ഷേ സുറിയാനി ക്രൈസ്തവരുടെ ഇടയിൽ ഈ ട്രെൻഡോ സൂനോസിൻ്റെ തീരുമാനങ്ങൾ ഒരു കൗൺസിൽ കൂടി തുടങ്ങാൻ പറ്റിയില്ല. അതിനുവേണ്ടി തുടങ്ങിയതാണ് ഉദയംപേരൂർ സൂനോസ് 1599. അപ്പോൾ മാർപ്പാപ്പമാരെടുക്കുന്ന ചില തീരുമാനങ്ങൾ റോമിൽ മാത്രമല്ല ആഗോള സഭയിലേക്ക് വ്യാപിക്കുകയാണ്. അപ്പോൾ ലത്തീൻ സഭയിൽ മാത്രമല്ല മറ്റ് സഭകളിലേക്കും അതിന് നവീകരണത്തിനായിട്ട് എത്തിത്തുടങ്ങുന്ന കാലഘട്ടമാണിത്. 1500 മുമ്പ് അങ്ങനെയല്ല, അത് റോമിലെ സഭയിൽ മാത്രമായിട്ട് നിന്നു പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ആഗോളവൽക്കരണത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയാവുന്ന ഈ പോർട്ടീസ് എക്സ്പാൻഷനും കച്ചവടവും മിഷണറി എൻഡവറൊക്കെ വന്നതോടുകൂടി നമ്മൾ കാണുന്നത് ആഗോള തലങ്ങളിലേക്ക് മാർപ്പാപ്പയുടെ സ്വാധീനം എത്തുകയും മാർപ്പാപ്പ തുടങ്ങുന്ന നവീകരണ നീക്കങ്ങൾ ആഗോളതലത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഉദയംപേരൂർ സൂനോസിൽ എടുത്ത ചില നടപടികളും നിലപാടുകളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട വേദിയല്ല ഇത്. ഞാൻ പറയുന്നത് ട്രെൻഡോ സൂനോസിലുണ്ടായ നവീകരണ നീക്കങ്ങൾ കേരളത്തിലേക്ക് എത്തി എന്നുള്ളതും അതിന് ഉദയംപേരൂർ സൂനോസ് ഒരു പരിധി വരെ കാരണമായി. ആ ഡിസിപ്ലിൻ വന്നു, ആ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കൂടി എത്തി. ആ വിധത്തിലുള്ള ഒരു ഘടന സഭയ്ക്കകത്ത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉദയംപേരൂർ സൂനോസ് ശ്രമിച്ചു എന്നുള്ളതാണ്. മറുവശങ്ങൾ പലതും ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. പക്ഷേ ട്രെൻഡോ സൂനോസ് കൊണ്ടുവരാൻ ശ്രമിച്ച ആ ഒരു ക്രമം, ആ ഒരു ചിട്ട, ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗോവയിലെ പ്രൊവിൻഷ്യൽ കൗൺസിൽസും ഇവിടെ കേരളത്തിലെ ഉദയംപേരൂർ സൂനോസും ശ്രമിച്ചെന്നും കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നത്. കാരണം നവീകരണത്തിൻ്റെ ശ്രമം ഒരു പ്രദേശത്ത് ഒതുങ്ങാതെ ആഗോള സഭയിലെത്താൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു ഗുണഭോക്താവായിട്ട് ഭാരതസഭയും കേരള സഭയും മാറിയെന്നും കൂടിയാണ് സൂചിപ്പിക്കാൻ ആവശ്യമില്ല. പക്ഷേ എന്തായിരിക്കും ഇപ്പോൾ അച്ഛൻ പറഞ്ഞു മാർപ്പാപ്പമാർ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾ ആഗോള സഭയിൽ മുഴുവനായിട്ട് പ്രാദേശികമായി പോലും നടപ്പിലാക്കപ്പെട്ടു എന്ന് അച്ഛൻ പറഞ്ഞു. എന്തായിരിക്കും ഒരു മുഖ്യ ചാലക ശക്തിയായിട്ട് അങ്ങനെ ഏറ്റവും സുഗമമായിട്ട് അതിങ്ങനെ പ്രാബല്യത്തിൽ വരാനായിട്ട് എന്തായിരിക്കും ഒരു കാരണമായി? സുഗമമായി പ്രാബല്യത്തിൽ ഒന്നും ധരിക്കേണ്ടതില്ല. ഉദയംപേരൂർ സൂനോസിൻ്റെ തീരുമാനങ്ങൾ ശക്തിയുക്തം ഇവിടുത്തെ നസ്രാണി ക്രൈസ്തവർ ചേർക്കുകയുണ്ടായി. അത് അവരുടെ മനസ്സിലാക്കൽ വിധമാണ്. ഞാൻ എപ്പോഴും ഈ ചർച്ചകളിൽ ഞാൻ പറയാൻ ആശിച്ചിരുന്നത് ഓരോ ജനവിഭാഗം പ്രതികരിക്കുന്നവരെ മനസ്സിലാക്കൽ വെച്ചാണ്. പരിമിതിയിൽ നിന്നാണ് കാര്യം മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കലിന് അവർ ചെറുക്കുകയുണ്ടായി. 2 പരിമിതിയോടു കൂടിയാണ് ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചവരും അതിന് മുതിർന്നത്. അപ്പോൾ അത് സൃഷ്ടിച്ച ഒരു സംഘർഷങ്ങളുണ്ട്. കാരണം എല്ലാം മനസ്സിലാക്കിയിട്ടാണെങ്കിൽ ഇന്നത്തെ പോലെ സാഹചര്യമാണെങ്കിൽ ഇത്രയും എതിർപ്പുകളോ ഇത്രയും പ്രശ്നങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല. അപ്പം ആ ഒരു കടന്നുവരവ് നിലവിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ മാറ്റിയിട്ട് പോർട്ടുഗീസ് അനുഷ്ഠാനങ്ങളും പാശ്ചാത്യ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു മനസ്സിലാക്കലിൻ്റെ പേരിലാണ് ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായത്. പക്ഷേ ആ ഉദയംപേരൂർ വലിയ ഗുണങ്ങളിലൊന്ന് ഒരു ചിട്ടയും ഒരു അച്ചടക്കവും ഒരു ക്രമവും ഒരു ദൈവശാസ്ത്രപരമായ ഒരു അടിത്തറയും ഒരു ആത്മീയ വ്യതിരിക്തമായ കാഴ്ചപ്പാടുകളൊക്കെ കൊണ്ടുവരാൻ ഉദയംപേരൂർ സൂനോസിന് കഴിഞ്ഞു. അത് ഇല്ലായിരുന്നു എന്നുള്ളതല്ല, പക്ഷേ മാറിയ കാലമനുസരിച്ചുള്ള നവീകരിച്ച കാഴ്ചപ്പാടുകൾ അത് കിട്ടാൻ ഈ ഉദയംപേരൂർ സൂനോസിൻ്റെ ഈ ഒരു കാനോനുകൾ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാൻ ആശിച്ചത്. അച്ഛാ, ഒരു വിവാദപരമായ ചോദ്യമായിരിക്കും അല്ലാതിരിക്കാം. പക്ഷേ അതിൽ അച്ഛൻ പറഞ്ഞ ചില ചെറുത്തുനിൽപ്പുകൾ അല്ലെങ്കിൽ സുനഹദോസിൽ ചെറിയ സ്വരചേർച്ചയില്ലായ്മകളൊക്കെ ഉണ്ടായിരുന്നുവെന്ന്, അതിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം ഞങ്ങളുമായിട്ട് അച്ഛന് പങ്കുവയ്ക്കാൻ പറ്റുമോ? കാരണം അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയങ്ങളാണ്. ഞാൻ തന്നെ ഇഷ്ടംപോലെ എഴുതിയിട്ടുള്ളതിനെക്കുറിച്ച്. ജോർനാഥ എന്നുള്ള അലക്സിസ് മെനേസിസ് പള്ളികൾ സന്ദർശിക്കുന്ന അവസരത്തിൽ അദ്ദേഹം കുറിച്ച് വെച്ച ഡയറിക്കകത്ത് എല്ലാം പറയുന്നുണ്ട്. അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും അതിനുണ്ടായ എതിർപ്പുകളും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ. കാരണം നിലവിലുള്ള ആചാരം മാറ്റിയിട്ട്, നിലവിലുള്ള ക്രമങ്ങൾ മാറ്റിയിട്ട്, നിലവിലുള്ള അനുഷ്ഠാനങ്ങൾ മാറ്റിയിട്ട് പുതു കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പുകളും ചെറുത്തുനിൽപ്പാണ്. അതിൻ്റെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും.
അത് പല വിധത്തിൽ പ്രതികരിക്കും. അത് തെറ്റ് എന്ന് പറയുന്നതിനേക്കാളേറെ അത് സമയം വേണ്ട ഒരു എക്സസൈസാണ്. പെട്ടെന്ന് മാറ്റാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായതാണ്. പിന്നെ ഇവിടെ പാശ്ചാത്യ ആരാധനാക്രമം നിലനിന്ന സ്ഥലമാണിത്. പേർഷ്യയിൽ നിന്നാണ് ബിഷപ്പ്മാർ വന്നിരുന്നത്. പേർഷ്യൻ അനുഷ്ഠാനങ്ങളും പേർഷ്യൻ ക്രമങ്ങളും പേർഷ്യൻ തിയോളജിയും പേർഷ്യൻ സ്പിരിച്വാലിറ്റിയും ഇവിടെ ഉണ്ടായിരുന്നത്. അത് പെട്ടെന്ന് മാറ്റിയിട്ട് പാശ്ചാത്യ സുറിയാനി അല്ലെങ്കിൽ യൂറോപ്പിൽ ഉള്ള ഒരു സുറിയാനി ഒരു ക്രമം, യൂറോപ്പിലുള്ള ഒരു അനുഷ്ഠാനം, യൂറോപ്പിലുള്ള ഒരു ദൈവശാസ്ത്രം മനസ്സിലാക്കൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നൊരു എതിർപ്പ്, അതാണ് അവിടെ ഉണ്ടായത്. ആ എതിർപ്പ് ആ കാലഘട്ടത്തിൽ ചിന്തനീയമാണ്. ഇപ്പം മൊസാറബിക് റീത്ത് മാറ്റിയിട്ട് ലാറ്റിൻ റീത്ത് തെക്കേ സ്പെയിനിലും പോർച്ചുഗലും കൊണ്ടുവന്നപ്പോൾ അവർ എതിർക്കുകയുണ്ടായി. മിലാനിൽ അംബ്രോസിയൻ റീത്ത് മാറ്റിയിട്ട് ഈ ലാറ്റിൻ കുർബാനകൾ നിർബന്ധമായി നടപ്പിലാക്കി എതിർപ്പുണ്ടായി. കാരണം അത് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ളത് മാറുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പാണ്. അപ്പോൾ ആ എതിർപ്പ് സ്വാഭാവികമായിട്ടും ഇവിടെ അതൊരു അനുപാതികമായിട്ടുണ്ടായി. കാരണം ഈ നമ്മൾ നേരത്തെ ഗ്രിഗറി ഒന്നാമൻ്റെ കാലഘട്ടത്തിൽ പറയുകയുണ്ടായി, ഓരോ സഭയ്ക്കും അതിൻ്റെ വ്യതിരിക്തത ഗ്രിഗറി ഒന്നാമൻ 590 മുതൽ ഭരിച്ചിരുന്ന മാർപ്പാപ്പ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അത് ക്രമേണ അത് അംഗീകരിക്കപ്പെട്ടിരുന്നു. ഓരോ റീത്തിലും ഓരോ സഭാ ഘടനയിലും ഓരോ സഭാപാലനം ജീവിക്കുന്നവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. മാർപ്പാപ്പ അതൊരു എന്താ പറയുക ഇംപ്ലിസിറ്റായി കൊടുത്തിരുന്ന ഒന്നാണ്. അപ്പോൾ ആ ധാരണയിലാണ് സഭ നിലനിന്നിരുന്നത്, കോഎക്സിസ്റ്റ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് എല്ലാ റീത്തുകളും. അപ്പോൾ അത് സംഭവിച്ചപ്പോൾ ഉണ്ടായ ഒരു ഇതാണ് ഇതിൻ്റെ ഈ ആളുകളുടെ എതിർപ്പൊക്കെ ഉണ്ടായി. അച്ഛൻ മുമ്പ് പദ്രുവാദ ബിഷപ്പുമാരെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ എല്ലാവരും ഈ പദ്രുവാദത്തിൽപ്പെട്ടതാണോ, എങ്ങനെയാണ്? പദ്രുവാദ സിസ്റ്റത്തിൽ ഇന്ത്യയിൽ 3 രൂപതയെ ലത്തീൻ റീത്തിലുണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഗോവ, രണ്ടാമത്തെ കൊച്ചി, മൂന്നാമത് 1606 തുടങ്ങിയ മൈലാപ്പൂര്. ഒരു രൂപത നസാണി ക്രൈസ്തവർക്ക് വേണ്ടി തുടങ്ങിയത് കൊടുങ്ങല്ലൂരാണ്, 1600 തുടങ്ങിയത്. 4 രൂപതയെ പദ്രുവാദയുടെ കീഴിലുള്ളൂ. നമുക്ക് 174 രൂപതയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതിൽ പദ്രുവാദയുടെ കീഴിലുള്ള 4 രൂപതയേ ഉള്ളൂ. ബാക്കി രൂപതകളെല്ലാം പ്രൊപ്പഗാന്ത ഫീതെ എന്ന് പറയുന്ന ഭരണ സംവിധാനത്തിന് കീഴിൽ തുടങ്ങിയതാണ്. അത് ഗ്രിഗറി 15 മാർപ്പാപ്പ തുടങ്ങിയതാണ്. അപ്പോൾ പദ്രുവാദോ എന്ന് പറയുന്ന സംവിധാനം 1455 തുടങ്ങി. 1514 ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വ്യാപിപ്പിച്ചു. 1533 ആദ്യത്തെ രൂപതയുണ്ടായി. 1838 പദ്രുവാദം നിർത്തലാക്കി, മുഴുത്ത പ്രക്ലാര എന്ന് പറയുന്ന ബൂള വഴി. പക്ഷേ 1622 ഗ്രിഗറി 15 മാർപ്പാപ്പ കേരളത്തിലെ ഇന്ത്യയിലെ കിഴക്കൻ പ്രദേശങ്ങളെല്ലാം ഭരണം, അമേരിക്ക ഉൾപ്പെടെയുള്ള ഭരണങ്ങൾ പദ്രുവാദ സംവിധാനത്തിന് വേണ്ടത്ര ശേഷിയില്ലെന്ന് കണ്ടപ്പോൾ പ്രൊപ്പഗാന്ത ഫീതെ എന്ന ഭരണ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ വന്നതിന് കാരണം പോർട്ടുഗീസുകാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ഡച്ചുകാരെ വീണു, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരെ വീണു. അത് വീണ് കഴിഞ്ഞപ്പോൾ പോർട്ടുഗീസ് മിഷണറിമാർക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ ആത്മീയ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് റോം നേരിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. അതാണ് പ്രൊപ്പഗാന്ത ഫീതെ വന്ന്. ഇന്ത്യയിൽ ആദ്യത്തെ പ്രൊപ്പഗാന്ത ഫീതയുടെ രൂപത 1637 അത് ബിജാപ്പൂരാണ് തുടങ്ങുന്നത്. ബിജാപ്പൂരിലെ രൂപത ബിജാപ്പൂരിനും ഗോവയ്ക്ക് ഇടയ്ക്കുള്ള ബിച്ചോലിമനാണ് തുടങ്ങുന്നത്. ആദ്യത്തെ രൂപത നമ്മുടെ പ്രൊപ്പഗാന്ത ഫീതയുടെ കീഴിലുള്ള രൂപത ബിജാപ്പൂരാണ്. രണ്ടാമത്തെ രൂപത വരാപ്പുഴയാണ് 1657 മാർ സെബാസ്റ്റ്യാൻ വന്നപ്പോൾ. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിജാപ്പൂർ രൂപത വിഭജിച്ചാണ് ഇന്ത്യ ഇന്ന് കാണുന്ന 169 രൂപതകളുണ്ടായത്. ആ ബിജാപ്പൂർ രൂപത പിന്നീട് മുഗളന്മാരുടെ വികാരത്തിൽ നിന്ന് അറിയപ്പെട്ടാൻ തുടങ്ങി. പിന്നെ ആ രൂപതകൾ വികസിച്ച് വരികയാണ്. അപ്പോൾ 1637 തുടങ്ങിയ ബിജാപ്പൂർ രൂപതയും 1657 തുടങ്ങിയ വരാപ്പുഴ രൂപതയും പ്രൊപ്പഗാന്ത ഫീതയുടെ കീഴിലുള്ള ആദ്യ രൂപതകളാണ്. അപ്പോൾ മാർപ്പാപ്പമാർ റോമിലെടുക്കുന്ന തീരുമാനങ്ങളനുസരിച്ച് കിഴക്കൻ പ്രദേശങ്ങളിൽ, ഈ ആഗോള തലങ്ങളിൽ ഭരണ സംവിധാനങ്ങൾ മാറ്റം വന്നുള്ളതാണ്. 1955 ഭരണ സംവിധാനം അല്ല 1637 എടുത്ത ഭരണ സംവിധാനം.
പിന്നീട് 1955 തുടങ്ങിയ ആ പദ്വാസ് ഭരണ സംവിധാനം 1838 നിർത്തി. അപ്പോൾ പ്രൊപഗാൻഡ ഫീദെ എന്ന സംവിധാനത്തിന് കീഴിലേക്ക് ഇന്ത്യയിലെ ഭൂരിപക്ഷം ക്രൈസ്തവർ മാറുകയാണ്. ഇതാണ് ശ്രദ്ധേയമായൊരു മാറ്റം 17-ാം നൂറ്റാണ്ടിൽ. 1653 കൂനംകുരി സത്യം ഉണ്ടായില്ലേ? അതിൻ്റെ മുറിവുകൾ ഉണക്കാൻ വേണ്ടിയിട്ടാണ് സെബസ്ത്യാനി എന്ന് പറയുന്ന കർമ്മീത്ത വൈദ്യനോട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ വേണ്ടിയിട്ട് തുടങ്ങിയ രൂപതയാണ്, അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് തുടങ്ങിയ രൂപതയാണ് വരാപ്പുഴ. 1657. 1663 അദ്ദേഹം തിരിച്ചുപോയി. കാരണം ഡച്ചുകാരുടെ കയ്യിലേക്ക് കൊച്ചി വീണു, അത് നിൽക്കാൻ പറ്റേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അദ്ദേഹം പള്ളി വീട്ടിൽ ചാണ്ടി കത്തനാരെ മെത്രാനാക്കി. അതും പ്രൊപഗാൻഡയുടെ കീഴിലാണ്. അപ്പോൾ സുറിയാനിക്കാർക്കായി ഒരു മെത്രാനെ വഴിച്ചത് 1663 ഇതെല്ലാം നടക്കുന്ന അലക്സാണ്ടർ 7 മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച് ഇതുവരെ 16-ാം നൂറ്റാണ്ട് മുമ്പ് വരെ മാർപ്പാപ്പമാർ ഇങ്ങനെ ഇടപെട്ടിരുന്നില്ല. പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, നവീകരണ അംശങ്ങൾ ഇവിടെ എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സംഘർഷത്തിൽ നിൽക്കുന്ന സുറിയാനി ക്രൈസ്തവർ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രൊപഗാൻഡയുടെ ബിഷപ്പിനെ കൊടുക്കുന്നു. പ്രൊപഗാൻഡ ബിഷപ്പ് തിരിച്ചു പോകണം. കാരണം കത്തോലിക്കരോട് നിൽക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ ഡച്ചുകാർ കൊച്ചി കീഴടക്കി കഴിഞ്ഞപ്പോൾ തദ്ദേശീയനായ പള്ളി വീട്ടിൽ ചാണ്ടി കത്തനാരെ പ്രൊപഗാൻഡയുടെ ബിഷപ്പായിട്ട് നിയമിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ആഗോള തലങ്ങളിലേക്ക് മാർപ്പാപ്പയുടെ സാന്നിധ്യം, മാർപ്പാപ്പയുടെ സ്വാധീനം എത്തുകയാണ്. ഇതിന് ആനുപാതികമായിട്ട് ഇലക്ഷനിലൊക്കെ വ്യത്യാസമുണ്ട്. ഞാൻ പറയുകയുണ്ടായി, 1585 നമ്മുടെ സിസ്റ്റേഴ്സ് 5-ാം മാർപ്പാപ്പയുടെ കാലത്ത് അദ്ദേഹം പറഞ്ഞു, കർദിനാൾ സംഘത്തിൽ 70 കർദിനാൾമാർ പാടും. 70 കർദിനാൾമാർ. അതിനകത്ത് 50 എണ്ണം കർദിനാൾ പ്രീസ്റ്റാണ്, 6 എണ്ണം കർദിനാൾ ബിഷപ്പാണ്, 14 എണ്ണം കർദിനാൾ ഡീക്കനാണ്. അപ്പോൾ എണ്ണം തിട്ടപ്പെടുത്തിയ അദ്ദേഹം, എണ്ണം എത്രയാണ്? 70. കാരണം മൂശയ്ക്ക് 70 ഉപദേശകരുള്ള 70 മൂപ്പന്മാർ. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് അദ്ദേഹം 70 പേരടങ്ങുന്ന ഒരു കോൺക്ലേവാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അദ്ദേഹം നിശ്ചയിച്ചിരുന്നത്. അത് മാറ്റുന്നത് പോൾ 6 മാർപ്പാപ്പ 1975 അദ്ദേഹം മാറ്റിയിട്ട് 120 പേരാണ് കർദിനാൾ സംഘത്തിലായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ച്. അപ്പോൾ ഈ അടുത്ത കാലം വരെ 120 പേരാണ്. ഇപ്പോൾ നമ്മൾ 130 പേർ കൂടുതലുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഈ കുറേ വർഷങ്ങൾ 70 പേര് അടങ്ങുന്ന ഒരു കർദിനാൾ സംഘമാണ് നമ്മുടെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ട് നിലനിന്നിരുന്നത് 975 വരെ. ഞാൻ സൂചിപ്പിച്ചു വന്നേ സിക്സ്റ്റസ് 5-ാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ നമുക്ക് കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കർദിനാളിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി 70 പേരടങ്ങുന്ന ഒരു സംഘമാണ് അത് നിശ്ചയിച്ച്. 70 പേരിൽ 50 പേര് കർദിനാൾ പ്രീസ്റ്റ്, 6 പേര് കർദിനാൾ ബിഷപ്പ്, 14 പേര് കർദിനാൾ ഡീക്കൻ. അപ്പോൾ ഇവരടങ്ങുന്ന ഒരു സംഘമാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ട് നിഷ്കർഷിച്ചിരുന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ അത് തന്നെ സൂക്ഷിക്കപ്പെട്ടു. പക്ഷേ പോൾ 6-ാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ 1975 അദ്ദേഹം മരിക്കുന്നതിന് ഏതാണ്ട് 3 വർഷം മുന്നേ അദ്ദേഹം കർദിനാൾ സംഘത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. 70-ൽ നിന്ന് 120 ആക്കി. ആ 120 പേരടങ്ങുന്ന ഒരു കോൺക്ലേവാണ് ഇപ്പോൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ട് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് 133 കർദിനാൾമാർ ഇപ്പോഴുണ്ട്, നമുക്ക് എലിജിബിളായിട്ട് നമ്മൾ പങ്കെടുക്കാനുണ്ട് എന്ന് നമ്മളെല്ലാം വായിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ കർദിനാൾ സംഘത്തിൻ്റെ നമ്പർ 70 എന്ന് അദ്ദേഹം നിശ്ചയിക്കാൻ കാരണം മൂശയ്ക്ക് 70 മൂപ്പന്മാർ ഉപദേശകരായിട്ടുണ്ട്. അതുപോലെ 70 കർദിനാൾമാരുടെ ഉപദേശ സംഘം എന്ന നിലയ്ക്കാണ് കർദിനാൾ സംഘം 70 വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ സഭാ നവീകരണം നടത്തുന്നതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലെയും നവീകരണങ്ങളും തെരഞ്ഞെടുപ്പിലെ മാറ്റങ്ങളും അതിൻ്റെ തിരഞ്ഞെടുക്കാനായിട്ട് പങ്കെടുക്കുന്ന കോൺക്ലേവിലെ അംഗസംഖ്യ എന്താണെന്നൊക്കെ ഒപ്പം തന്നെ നിർണ്ണയിക്കപ്പെടുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ആശിക്കുക. സഭാചരിത്രം മാർപ്പാപ്പമാരിലൂടെ എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. 16-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്ര പ്രാധാന്യത്തെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ച കോതമംഗലം രൂപതയുടെ മുഖ്യ വികാരി ജനറൽ ബഹുമാനപ്പെട്ട പയസ് മലയിക്കണ്ടത്തിൽ അച്ഛന്
ഒത്തിരി നന്ദി അച്ഛാ. താങ്ക് യു. കൂടുതൽ ചരിത്രങ്ങളെ പറ്റി, കൂടുതൽ ചരിത്ര വിശേഷങ്ങളെ പറ്റി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി.